ഹായ് ഓൾ, നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെമ്മീൻ എടുക്കുക. കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം മസാലയ്ക്ക് കുറച്ചും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിൻ്റെ അകത്തേക്ക്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ഇട്ടതിന് ശേഷം അത് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എല്ലാ ഭാഗത്തും മസാലയ്ക്ക് എത്തി മാരിനേറ്റ് ആവും. അതിന് ശേഷം അത് കുറച്ച് നേരത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക, നല്ല മാരിനേറ്റ് ചെയ്യുക ഈ ചെമ്മീൻ. അതിന് ശേഷം നമുക്ക് വേണ്ട സവോളയാണ്. ഞാനൊരു 4 സവോള എടുത്തിട്ട് ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ മതി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി. ഇത് 3 കൂടി, ഈ 4 ഐറ്റം കൂടി ഇട്ടതിന് ശേഷം നമ്മളത് കൈ കൊണ്ട് തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്തു. നല്ല രീതിക്ക് മാരിനേറ്റ് ചെയ്തതിന് ശേഷം അതും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റത്തേക്ക്. അതിന് ശേഷം നമ്മളൊരു പാൻ എടുക്കുക. അതിലേക്ക് ഈ മസാലയും ഇതൊക്കെ ചേർത്ത് ഈ ചെമ്മീനൊക്കെ വറക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചെമ്മീനും കൂടി അതിൻ്റെ അകത്തേക്കിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് അവിടെ വറക്കാൻ വേണ്ടി വെക്കുക. ഇതൊന്ന് ഫ്രൈ ആവാനുള്ള ഒരു ടൈം കൊടുക്കുക. ഒരു ഫുള്ളായിട്ട് ഫ്രൈ ആവേണ്ട ഒരു ഹാഫ് കുക്കായാൽ മതി. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ചെമ്മീൻ ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച സവാളയില്ലേ, അതും കൂടി എടുത്തിട്ട് ആഡ് ചെയ്യാം. ഇതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ രണ്ടിൻ്റെയും മസാല പിടിക്കുന്ന രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല സവോളയൊക്കെ വാടി നല്ല റെഡി ആയിട്ടുണ്ടാവും. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റ്ഫുള്ളാണ്. നമുക്ക് ഓതൻറ്റിക് ആ ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്